യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ്. സത്യവേദ പുസ്തകം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 33-ാമത് വാക്യത്തിൽ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചതായ ഒരു ക്രിസ്തുവിലാണ് നാം അഭയപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും. ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ ജാമ്യക്കാരനായി ഉറപ്പായിട്ട് തന്നെ ലോകത്തിലേക്ക് കടന്നു വന്നു. എല്ലാവർക്കും ധാർമ്മികമായ ശക്തി നൽകിക്കൊണ്ട് വിജയത്തിലേക്കുള്ള വഴി ഒരുക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്ന് നാം ഉറപ്പിക്കുക. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഉറപ്പിച്ച് പറയുകയാണ്, ധൈര്യമായിരിക്കുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു ഉറപ്പിച്ചു പറയുന്നു. പ്രിയരെ, ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നതായ സമയത്ത് സാത്താനുമായുള്ള ശത്രുതയിലുള്ള എല്ലാവരും നിർവഹിക്കേണ്ടതായ ഒരു പോരാട്ടം സംബന്ധിച്ചതായ എല്ലാ അറിവും ക്രിസ്തു കണക്കിലെടുത്തുകൊണ്ട് നമ്മെ ബോധവൽക്കരിച്ചു തരുന്നു എന്നുള്ളത് നാം ചിന്തിക്കുക. തൻ്റെ സൈന്യം കേവലം മനുഷ്യർ മാത്രം ഉൾപ്പെടുന്നതല്ല, മറിച്ച് സ്വർഗീയ ജീവികളുമായി ചേർന്ന് പൊരുതുന്നവരായിട്ടാണ് തൻ്റെ പടയാളികളെ ക്രിസ്തു ഒരുക്കിയെടുക്കുന്നതെന്നുള്ളത് നാം മനസ്സിലാക്കുക. ദൂതന്മാരെക്കാൾ ഉന്നതനായ ഒരുവൻ പരിശുദ്ധാത്മനോടൊപ്പം നമ്മോട് കൂടെ എന്ത് ചെയ്യുന്നു? പോരാടുന്നുണ്ട്. നമ്മോട് ചേർന്ന് നിന്ന് നമ്മെ വിജയത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം കർത്താവായ ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം ഉറപ്പിക്കുക. നിർണയിക്കപ്പെട്ടതായ ഓരോ അനുഗാമിയെയും ഓരോ സത്യ പോരാളിയെയും തൻ്റെ ആജ്ഞകൾക്ക് അനുസരിക്കുന്നവരായി തീർന്ന് എല്ലാവർക്കും വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നതുകൊണ്ട് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് ക്രിസ്തു ഇന്നും അനേകരെ ക്ഷണിക്കുന്നു, അനേകരെ കൂടെ ചേർന്ന് നിർത്തുന്നു. ക്രിസ്തുവിൻ്റെ പോരാളികൾ തങ്ങളുടെ നായകനേക്ക് ആരാണോ വിശ്വസ്തരോട് നോക്കുന്നത് അവർക്ക് ശത്രുക്കളോട് പോരാടാനുള്ളതായ ശക്തിയെ പകർന്ന് അവൻ ബലം നൽകുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വാസ്തവം. അതൊടുവിൽ അത് വിജയത്തിലേക്കായി തീരുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് ലേഖനം അതിൻ്റെ 18-ാമത് വാക്യത്തിൽ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമായി തീരുന്നു എന്ന് നമ്മെ ഉറപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി പോരാടുന്നവരായിട്ട് നാം സ്വർഗീയ പ്രപഞ്ചത്തിൽ ദൈവം ദൃഷ്ടിയോടുകൂടി നമ്മെ വീക്ഷിക്കുന്നു എന്നുള്ളതിനാൽ സർവശക്തമായ അധികാരത്തിൻ്റെ ആജ്ഞയിൽ തന്നെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതേണ്ടവരാകുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് 2 തിമോഥെയോസ് ലേഖനം അതിൻ്റെ 4-7 നമ്മെ അവസാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായി കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നതായ ഏവർക്കുമായി കരുതിയിരിക്കുന്നു എന്നുള്ളതായ സത്യം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളായിരിക്കുന്നതായ മനുഷ്യരായ ഓരോരുത്തരും ക്രിസ്തുവിനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ വിജയം കൈവരിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ നല്ലൊരു പ്രഭാതം ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം നീ ഇടവരുത്തിയല്ലോ. നിൻ്റെ കൃപയാൽ ദൈവമേ ഈ പ്രഭാതം അടിയങ്ങൾക്ക് ദൈവമേ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ദിനമായി തീരുവാൻ തക്കവണ്ണം സർവേശ്വരാ നീ ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളായിരിക്കുന്നതായ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവമേ നിലനിർത്തുവാൻ തക്കമുള്ളതായ മുഖാന്തരങ്ങൾ നീ ഒരുക്കണം. ഈ തിരുവചനം കേട്ടതായ വചനം ശ്രവിച്ചതായ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളങ്ങളിലും ദൈവമേ അങ്ങ് ക്രിയ ചെയ്യുന്നതായ ഒരു പകൽക്കാലമാകട്ടെ കർത്താവേ. കൃപയാൽ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.
സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.